إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ത്വാഹ 128 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു അഫലം യഹ്ദി ലഹും അവരെ സന്മാർഗ്ഗത്തിലാക്കുന്നില്ലേ കം എത്രയാണ് അഹ്ലക്നാ ഖബ്ലഹും അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചത് മിനൽ ഖുറൂനി തലമുറകളിൽ നിന്നും എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത് ആ വർത്തമാനം അവരെ സന്മാർഗ്ഗത്തിലാക്കുന്നില്ലേ എന്ന ചോദ്യമാണ് അല്ലാഹു ഉന്നയിക്കുന്നത്. യംശൂന അവർ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ നടന്നു പോകുന്നു ഫീ മസാകിനിഹിം അവരുടെ താമസവാസ സ്ഥലങ്ങളിൽ കൂടി അവർ ബാക്കിയാക്കി പോയ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന താമസ സ്ഥലത്തിൽ കൂടി ഇവർ നടന്നു പോവുകയും ചെയ്യുന്നതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും അവർക്ക് സന്മാർഗം പ്രാപിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. എന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട് ല ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട് ബുദ്ധിമാന്മാർക്ക് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് അല്ലാഹു അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. വലൗലാ കലിമത്തുൻ സബഖത്ത് വലൗല ഇല്ലായിരുന്നുവെങ്കിൽ കലിമത്തുൻ ഒരു വാക്ക് സബഖത്ത് മുൻകഴിഞ്ഞു പോയ ഒരു വാക്കില്ലായിരുന്നുവെങ്കിൽ മിൻ റബ്ബിക നബിയെ താങ്കളുടെ റബ്ബിങ്കൽ നിന്നുള്ള ലകാന ലിസാമൻ അത് അനിവാര്യമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ശിക്ഷ അനിവാര്യമാകുമായിരുന്നു. മുൻകടന്ന വാക്കെന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് കൂട്ടത്തോടുകൂടി ഒന്നിച്ച് നശിപ്പിക്കല്ലേ എന്നുള്ള അള്ളാഹുവിന്റെ വാക്ക് അതാണ് മുൻകടന്ന വാക്ക്. ആ മുൻകടന്ന വാക്കില്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമൻ അത് അനിവാര്യമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കൊടും ശിക്ഷ കഠിനമായ ശിക്ഷ അനിവാര്യമാകുമായിരുന്നു. പക്ഷെ തടയപ്പെട്ടിരിക്കുകയാണ്. നിശ്ചിതമായ ഒരു അവധിയും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമത്തിലേക്കുള്ള സൂചനയാണ്. ഇനി ഖിയാമത്ത് നാളിലാണ് ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. ഈ ദുനിയാവിൽ കൂട്ടത്തോട് ഒന്നടങ്കം ഫിർഔനിന്റെ ആൾക്കാരെ നശിപ്പിച്ചതുപോലെയോ അതുപോലെ ലൂത്ത് നബിയുടെ സമുദായത്തെയും അത് നശിപ്പിച്ചതുപോലെയോ അല്ലെങ്കിൽ സ്വാലിഹ് നബിയുടെയും ഹൂദ് നബിയുടെയും സമുദായത്തെ ഒന്നടങ്കം നശിപ്പിച്ചതുപോലെ ഈ സമുദായത്തെ നശിപ്പിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.